സത്യത്തോട് താദാത്മ്യം കൊണ്ടപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ്. പക്ഷെ ആളുകൾ ആട്ടിനെ പട്ടിയാക്കുകയാണ്. പ്രിയപ്പെട്ട മുസ്ലിം സമുദായമേ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറുകൾ, വിശുദ്ധ ഖുർആൻ പള്ളിയെ പറ്റി പറഞ്ഞിടത്തൊക്കെ ആണുങ്ങൾ ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുറഫ വയുദ്കറ ഫീഹാ ഇസ്മു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവി വൽ ആസാലി റിജാൽ. ഈ ആയത്തിന് ഒരു ഡസൻ തഫ്സീറെങ്കിലും ഞാൻ ഇവിടെ വായിക്കാം, സമയമില്ലാത്തതുകൊണ്ട് നിർത്തുകയാണ്. അവിടെയൊക്കെ കാണുന്നു ജമാഅത്തിന് പള്ളിയിൽ വരുന്ന പെണ്ണിന്റെ ശൈലി അല്ലാത്തതുകൊണ്ടാണ് പള്ളിയെ പറഞ്ഞപ്പോൾ പറഞ്ഞത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കണം. ഞാൻ അവസാനിപ്പിച്ച് നീട്ടി പറയുന്നില്ല. അപ്പൊ ചുരുക്കത്തിൽ പഴയ കാലത്ത് നോക്കൂ നിങ്ങൾ, കേരളത്തിൽ ആദ്യമായി ജുമാക്ക് പോയ പള്ളി 955 എടവണ്ണയിലെ ഒഡായി പള്ളിയിലാണെന്ന് ഇവിടുത്തെ കേരളത്തിലെ മുഴുവൻ ആളുകൾ പറയുന്നു. കേരളത്തിലെ ചരിത്ര ചിന്തകന്മാർ പറയുന്നു, എല്ലാവരും അംഗീകരിക്കുന്നു. കേരളത്തിൽ ആദ്യമായി സ്ത്രീ ജുമാക്ക് പോയ പള്ളി 950 കാലഘട്ടങ്ങളിൽ എടവണ്ണക്കടുത്ത ഒഡായിലെ പള്ളിയാണ്. കേരളത്തിൽ പള്ളി ഉണ്ടാക്കിയതോ മക്കത്തെ പള്ളി, കൊപ്പിച്ച പള്ളി, മലനാട്ടിലൊരു പള്ളി, മാടായി പള്ളി. സനത 5 ഹിജ്റ 5 ഉണ്ടാക്കിയത്. ഹിജ്റ 5 എന്ന പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ഹബീബായ നബിക്ക് 58 വയസ്സാണ്. സ്വഹാബികൾ പള്ളി ഉണ്ടാക്കിയെന്ന കാര്യത്തിൽ തർക്കമില്ല. വേലായുധൻ പണിക്കശ്ശേരി, പ്രൊഫസർ എം അച്യുതൻ, വാബ് സാഹിബ്, ഡോക്ടർ സൈദുമ സാഹിബ്, ഡോക്ടർ സി കെ കരീം സാഹിബ്, ഇന്ത്യ കണ്ട പ്രതിഭാടനന്മാരായ എല്ലാ ചരിത്ര ചിന്തകന്മാരും, ലോക പ്രശസ്ത സഞ്ചാരിയായ ഇബ്നു ബത്തൂതയുടെ അൽ-റിഹ്ല എവിടെ എടുത്ത് പരിശോധിച്ചു കേരളത്തിൽ പള്ളി ഉണ്ടാക്കിയത് അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നെ പെണ്ണ് പള്ളിക്കോൻ തുടങ്ങിയത് 955 അടുത്ത കാലഘട്ടത്തിൽ. അപ്പോഴോ എന്തതിന് മനസ്സിലാക്കുന്നത്? മുൻഗാമികൾക്കൊന്നും തിരിയില്ല, നമ്മൾ കുറച്ച് ആളുകൾക്ക് തിരിയും. അല്ലാഹുമ്മ ഇതിനൊന്നും കൂടുതൽ ബുദ്ധിന്റെ ആവശ്യമില്ല. ഹബീബായ നബി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹബീബായ നബി പറഞ്ഞു, സയതി അലന്നാസി സമാൻ, ഇനി മനുഷ്യർക്കൊരു കാലഘട്ടം വരാൻ പോകുന്നുണ്ട്. യഖറഊനൽ ഖുർആന വയതഅല്ലമൂനഹു ഫയഖൂലൂന ഖറഅനാ വഅലിംനാ മൻ ദല്ലദീ ഹുവ ഖൈറും മിന്നാ. ഇനി ഒരു കാലം മുസ്ലിമീങ്ങൾക്ക് വരും, അവര് അന്ന് ഖുർആൻ ഓതി പഠിക്കും, പഠിച്ചതുപോലെ വരുത്തും, എന്നിട്ട് പറയും ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, ഞങ്ങളെക്കാൾ യോഗ്യന്മാരാരാണ്, ഞങ്ങൾക്ക് കമ്പ്യൂട്ടർ CD ഉണ്ട്, 10,000 ഹദീത്ത് 20,000 ഹദീത്ത്, അവർക്കൊന്നും മുൻഗാമികൾക്കറിയില്ല, ഞങ്ങളല്ലേ യോഗ്യന്മാർ, മൻ ഹുവ ഖൈറും മിന്നാ, ഞങ്ങളെക്കാൾ യോഗ്യന്മാർ ആരാണ് എന്നവർ ചോദിക്കും. അങ്ങനത്തെ ഒരു കാലം വരാൻ പോകുന്നുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു. മുൻഗാമികളെ തള്ളിപ്പറയുന്ന പിൻഗാമികൾ ഇൽമിൽ അഭിമാനം പറയുക. അപ്പോൾ അടുത്ത് നിൽക്കുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, ആരാ നബിയെ അവര്? കിട്ടിയാ എനിക്ക് അവരെ ശരിയാക്കുന്ന ആരാണ് അവര്? അപ്പോൾ പറഞ്ഞു, ഉലൈക മിൻകും ഫഹും വഖൂദു അഹ്ലിന്നാർ, അവർ നരകത്തിന്റെ വിറക് കൊള്ളിയാണ്, അവർ നിങ്ങളുടെ അവസാനം വരുന്നവരാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നിങ്ങൾ ചിന്തിക്കണം മുഅ്മിനീങ്ങളെ, ഇസ്ലാമിക സംസ്കാരത്തിന്റെ പൂങ്കാവനമായിരുന്ന മലബാർ നശിപ്പിച്ച ഒരു രീതി അടുത്ത കാലഘട്ടത്തിൽ വളർന്നു വന്നത് വേദനാജനകമാണ്. നിങ്ങൾ ആലോചിക്കണം, കഴിഞ്ഞ 14 നൂറ്റാണ്ടുകാലം മുസ്ലിം ഉമ്മത്ത് ഒരാൾ മരിച്ചാൽ മയ്യത്തിന്റെ അടുത്ത് ഖുർആൻ ഓതാത്ത കാലഘട്ടം 14 നൂറ്റാണ്ടുകാലം മുസ്ലിം ലോകത്തുണ്ടായിട്ടില്ല. ഇന്നും നടപ്പുണ്ട്. ഷെയ്ഖ് സായിദ് മരിച്ചിട്ട്, യുഎഇയിലെ ഭരണാധികാരി ഷെയ്ഖ് സായിദ് മരിച്ചിട്ട്, വളരെ ചിന്തിക്കണം, ഇവിടെ വരുമ്പോൾ പാടില്ല എന്ന് പറയുന്ന ആളുകൾ വരെ അവിടെ പങ്കെടുത്തു. ഷെയ്ഖ് സായിദ് മരിച്ചിട്ട് മരിച്ചെടുത്തോതിന് മാത്രമല്ല, ഖബറിന്റെ അടുത്ത് ടെന്റ് കെട്ടിയിട്ട് 40 ദിവസം ഓതി, ഓരോ ദിവസം ഓരോ ഒട്ടകത്തിന് നടത്തും. അറബ് ലോകത്തെ മുഴുവനും ഷെയ്ഖന്മാർ അതിൽ പങ്കെടുത്തു. ആര്? കേരളത്തിൽ അത് പാടില്ല എന്ന് പറയാൻ പങ്കെടുത്തു. ആരെന്ന് ചോദിക്കട്ടെ, അപ്പൊ മണിമണിയായി മറുപടി പറയും. ഇപ്പൊ പറയുന്നില്ല, ഇത് വ്യക്തി ഹത്യ ചെയ്യുന്ന വേദിയല്ല. അറിഞ്ഞിട്ടുണ്ട്. ഇവിടെ പാവപ്പെട്ട ഏതെങ്കിലും ഒരാളെ വാപ്പ മരിച്ചാൽ പാടില്ല. ഷെയ്ഖ് സായിദ് മരിച്ചാൽ എല്ലാവരും വളരെ വിനയത്തോടു കൂടെ അവിടെ പോയി ഷെയ്ഖ് സായിദിന്റെ മഖബറക്ക് ചുറ്റും 40 ദിവസം ഖുർആൻ ഓതിയ കൂട്ടത്തിൽ കേരളത്തിൽ അത് പാടില്ല എന്ന് പറയുന്നവരില്ലേ? ഞാൻ ചിന്തിക്കണം ചെറുപ്പക്കാരെ, ഇത് മനസ്സിലാക്കണ്ടേ ചെറുപ്പക്കാരെ. എന്തേ? അലഷാൻ ഫുലൂസ് പൈസന്റെ മദ്ഹബാണ്. ഉറുപ്പ്യ കിട്ടണം.
മനുഷ്യന്മാരെ, ഇവർ നമ്മളെ വഞ്ചിക്കുകയാണ് എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കും. ഇന്ന് ഇത് പാടില്ല എന്ന് പറയുന്നവരുടെ നേതാവ് ഷെയ്ഖ് ഇബ്നു തൈമിയ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ മരിച്ചിട്ട് ഖത്തം ഓതിയതിന് കണക്കില്ല. ഇബ്നു കസീർ പറയുന്നുണ്ട്, ഇബ്നു തൈമിയ തങ്ങളുടെ ശിഷ്യനായ ഇബ്നു കസീർ തന്റെ അൽ ബിദായ എടുത്തു നോക്ക്, വഫാത്ത് ഇബ്നു തൈമിയ എന്ന അധ്യായം. وختمت له ختمات كثيرة عند الميت وعند قبره أياما كثيرة ليلا ونهارا. ഇനി ഇവിടെ വഞ്ചിക്കാൻ പറ്റില്ല. ഇനി ഈ ഉമ്മത്തിനെ വഞ്ചിക്കൽ നടക്കണ പ്രശ്നമില്ല, നടക്കൂല. ഖുർആൻ സ്റ്റഡി സെന്റർ അതിന് ശക്തമായ താക്കീതാണ് എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു മക്തൂം. ഇനി ഇവിടെ വഞ്ചന നടക്കൂല, ഇനി ഇവിടെ വഞ്ചന നടക്കൂല. വഞ്ചിക്കാൻ സമ്മതിക്കൂല നിങ്ങളെ ഞങ്ങളെ ചങ്കിലെ ചോര ബാക്കിയുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആനും ഹദീസും പറഞ്ഞ് ഈ സമുദായത്തിനെ തിന്മയിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ ചങ്കിലെ ചോര ബാക്കിയായാൽ ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കൂല. നടക്കനല്ല. നിങ്ങളത് ചിന്തിക്കണം, തമാശയല്ല. ഇബ്നു തൈമിയ, വഫാത്ത് ഇബ്നു തൈമിയ എന്ന അധ്യായം എടുത്തു നോക്ക്. ഷെയ്ഖുൽ ഇസ്ലാം എന്ന മിമ്പറിൽ കയറി 10 വട്ടം നീ എല്ലാ ദിവസം എന്റെ സഹോദരൻ, എന്റെ സലഫി സഹോദരൻ, ഞാൻ വിശദീകരിക്കണില്ല, വിമർശിക്കണില്ല, ഞാൻ സ്നേഹവായ്പ കൊണ്ട് പറയാ, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മിമ്പറിൽ കയറി ഷെയ്ഖ് ഇബ്നു തൈമിയ എന്ന് പറയുന്ന ഷെയ്ഖ് ഇബ്നു തൈമിയ മരിച്ചിട്ട് എന്തുണ്ടായി? ഇബ്നു കസീർ തന്റെ ശിഷ്യനായ ഇബ്നു കസീർ അൽ ബിദായയിൽ പറഞ്ഞു, വഖുതിമത് ലഹു ഖതമാതുൻ കസീറ. ഇത്രയൊന്നും ഒരു സുന്നി മരിച്ചാൽ ചെയ്യാറില്ല. ഒരുപാട് ഖത്തം തീർത്തു. ഇൻദൽ മയ്യിത്തി, മയ്യത്തിന്റെ അടുത്തുനിന്ന്, വഇൻദ ഖബരിഹി, ഖബറിന്റെ അടുത്തുനിന്ന്, അയ്യാമൻ കസീറ, ഒരുപാട് ദിവസം, ലൈലം വനഹാറ, രാവും പകലും ഒക്കെ തരുന്നു പണി. എടുത്തു നോക്ക് വഫാത്ത് ഇബ്നു തൈമിയ എന്ന അധ്യായം. ഇല്ലെങ്കിൽ ഞാൻ നിന്റെ വീട്ടിലെ ഖാദിമാകും. അങ്ങനെ ഇബ്നു തൈമിയയുടെ വഫാത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഞാൻ നിന്റെ ഖാദിമാകും നിന്റെ വീട്ടിൽ. വളരെ വിനയത്തോടെ ഇവിടെ പറയാണ്. ബഹുമാനപ്പെട്ട മുസ്ലിം സമുദായം ചിന്തിക്കണം. ഞാൻ നീട്ടി പറയുന്നില്ല, സമയം വളരെ പരിമിതമാണ്, ഞാനത് മനസ്സിലാക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിം